നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റി ശബ്ദമേറുന്ന ദീപമേ, കേഴുവാൻ മാവിലാശ വീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്. സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരായിട്ടാണ് നാട്ടി ചെയ്ത ഈശോയെ സ്നേഹിക്കുന്ന എവിടെ കൃത്യമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവരുത്തോടും പ്രാർത്ഥനയോടും കൂടി അങ്ങേ ദിവ്യകാരണത്തിൽ സ്വീകരിക്കുവാനായിട്ട് പോകുന്ന മകളോട് പ്രത്യേകം കൃത്യം പാർക്കണമേ. കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുത്ത് അവർ ശിരസിൽ കരങ്ങൾ വെച്ച് അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച കർത്താവേ, അങ്ങേ വിശുദ്ധ കുർബാനയെ ആദ്യമായി സ്വീകരിക്കുന്ന ഈ കുഞ്ഞിനെ അവിടുന്ന് കൃത്യമായിട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സന്തോഷവും അങ്ങയുടെ ആനന്ദവും കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ് ജ്ഞാനത്തിനും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരെയും പ്രീതി വളർന്ന് അങ്ങേപ്പോലെ ജീവിക്കുവാനായിട്ടുള്ള കൃപാവരം നൽകിയവരെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കൾ ജോബിയെയും പ്രിൻസിനെയും കൃത്യമായിട്ട് അനുഗ്രഹിക്കണമേ. അതുപോലെ ഗ്രാൻഡ് പേരൻസിനും കുടുംബാംഗങ്ങളെ എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളെ അവിടുന്ന് കൃത്യമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാത്രയിലും നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രീതികരമാംവിധം നയിക്കുവാനായിട്ട് നടത്തുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ പറഞ്ഞവരമേ സ്വസ്തികർത്താങ്ങിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഒരു ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവിശേഷം പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാ വിശ്വാസം എപ്പോഴും സന്തോഷവും സമാധാനവും ജീവിതത്തിലുടനീളം അനുഭവിച്ച് ജീവിക്കുവാനും പ്രാർത്ഥിക്കാൻ
ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും വിശ്വാസങ്ങളോടെ ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കുടുംബമായിട്ട് കുഞ്ഞിനോട് പ്രാർത്ഥിക്കാൻ കുടുംബാധാരണങ്ങളെ എല്ലാവരെയും ദൈവത്തെ സമർപ്പിക്കാൻ ശരിക്കും ഏറ്റവും പ്രിയപ്പെട്ടവങ്ങളായി മകളെ ഈ വിഷയത്തിൽ
ഞങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്നവരുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാടകയാരുടെയും സൃഷ്ടാവാനും സകലത്തിന്റെയും
എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നതിനുമാകുന്ന സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന സകലത്തിന്റെ നാഥ എന്നേക്കും. ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാലത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ കർത്താവിനെ എനിക്ക് ലഭിച്ചത് ഞാൻ എന്നെ സമർപ്പിച്ചതുമായ ധൈര്യമില്ലാണ്. കർത്താവായ ഈശോ താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് അർപ്പിച്ച ശേഷം കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഓർമ്മയാണ്. നിങ്ങൾ പാനം
ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 51 മുതൽ തിരുവചനങ്ങൾ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തൻ്റെ മാംസം നൽകുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗം നിറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിൽ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ഇത് പറഞ്ഞത്. എല്ലാവരും ഇരിക്കാം. നമുക്ക് ബഹുമാനപ്പെട്ട സോജൻ ചിലക്കുടി അച്ഛനെ പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. പ്രിയമാതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെടുവാങ്ങളെ, എല്ലാവരും നമ്മൾ പ്രിയപ്പെട്ടവരാണ്. നമുക്ക് കൂടുതൽ ഇംഗ്ലീഷിലാണ് ഞാൻ അറിയുന്നത്. പക്ഷെ എന്നാലും എല്ലാവരും മനസ്സിലാക്കത്തക്ക രീതിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ കുറേയൊക്കെ മലയാളം, കുറേയൊക്കെ ഇംഗ്ലീഷും ആക്കി പറയാം. What is the meaning of Holy Communion? പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. It's a very important day in your life. You know, you are receiving Jesus. So Pope Francis Papa പറയുന്നുണ്ട്, ഈശോ മോളുടെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു നിമിഷമാണിത്. ജീസസ് ലുക്സ് ഇൻ യുവർ സെൽഫ്, ഇൻ യുവർ ഹാർട്ട്, and he finds out you are a precious child of Jesus. So this is a very unique moment in your life, very important moment in your life. Jesus looks into yourself. ഈശോ നിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു നിമിഷമാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം. അപ്പോൾ what happens? എന്താണ് സംഭവിക്കുക? എന്തുകൊണ്ടാണ് ഇത് സഭ? What is the reason? Our church considers it the most important day in your life because Jesus is the symbol on your forehead. Jesus is the symbol in your heart. And Jesus is the symbol you carry in your hand. ഈശോയാണ് നിന്റെ നെറ്റിയിലെ മുദ്ര. ഈശോയാണ് നിന്റെ ഹൃദയത്തിലെ മുദ്ര. ഈശോയാണ് നിന്റെ കരങ്ങളിലെ മുദ്ര. Why? എന്തുകൊണ്ട്? ഈശോ നിന്റെ നെറ്റിയിലെ മുദ്രയാകുന്നത് നീ യേശുവിന് വേണ്ടി യേശുവിനെ ഏറ്റുപറയുന്നതുകൊണ്ടാണ്. This is a moment you proclaim Jesus. That is the reason he becomes a most important symbol on your forehead. You are carrying that on your forehead all through life now from now on. എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ യേശുവിനെ ചുമക്കുന്നത്? കാരണം ഇന്ന് മുതൽ മോളുടെ ഹൃദയം സ്നേഹത്തിന്റെ ഒരു അടയാളമായി മാറുകയാണ്. യേശു മോളുടെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു നിമിഷമാണിത്. ജീസസ് loves you immensely. And this Jesus, again, you work for Jesus. Therefore, he becomes a symbol on your hand. നിന്റെ കരങ്ങളില്, നിന്റെ കയ്യില്, ഈ കയ്യിലൂടെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈശോ നിന്റെ കരങ്ങളിൽ ഒരു മുദ്രയായി മാറുന്നത്.
എൻ്റെ നെറ്റിയിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കരങ്ങളിൽ ഈശോ ഒരു മുദ്രയായി മാറുകയാണ് ഇപ്പോൾ മുതൽ. അതാണ് ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി മോളുടെ കൂടെ സോ യു ആർ ദ ക്വീൻ ഓഫ് ദ ഡേ, ഇന്നത്തെ ദിവസത്തിൻ്റെ റാണി മോളാണ്. ആ പ്രധാനപ്പെട്ട ദൗത്യം ഈശോ മോക്ക് തരികയാണ്. ഇന്ന് മുതൽ മോളുടെ ഹൃദയത്തിൽ ഈശോയാണ് പ്രത്യേകമായിട്ട് ജീവിക്കേണ്ടത്. ഇതൊരു വലിയ ഉദാശ. ഇറ്റ്സ് എ സാക്രമെന്റ്, ഹോളി സാക്രമെന്റ് ഫോർ യു. ഒരു ചെറിയ കഥ പറയാം. ഒരു ബാലിക, സ്മോൾ ലിറ്റിൽ ഗേൾ, ഷീ tried to make a toy boat. ഒരു കളിവള്ളം ഉണ്ടാക്കാൻ നോക്കി. കളിവള്ളം കേട്ടിട്ടുണ്ടോ? കളിവള്ളം എന്ന് പറഞ്ഞാൽ a toy boat with paper and with the little things. She tried to make it, and then she made it with hard work, real hard work. കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഒരു കളിവള്ളത്തെ. Then she found it beautiful. She felt it very happy. And then she started playing with it nearby pond there, a river there. There was a little river there. And she started playing with it, putting it in the river. And the little tide was there and the boat started moving little bit. And then many times she tried to do it the same way. Wherever she went, she carried that little toy. കളിവള്ളത്തെ എവിടെയൊക്കെ അവൾ പോയോ അവൾ കൂട്ടത്തിൽ കൊണ്ടുപോയി. അങ്ങനെ കൂട്ടത്തിൽ കൊണ്ടുപോയി കുറച്ച് ഒരു ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും she put it in the river and immediately there was a big flow of water and then the boat went off in the river. And so she ran after it, but she could not get it. So she was very sad. She asked all her friends. എല്ലാ കൂട്ടുകാരോടും ചോദിച്ചു, എൻ്റെ കളിവള്ളത്തെ കണ്ടോ, എൻ്റെ കളിവള്ളത്തെ കണ്ടോ, എനിക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു, ഒത്തിരി സ്നേഹിച്ചിരുന്ന കളിവള്ളമാണ്. Did you see my little toy? I loved my toy. Please tell me. So, but then the friends, ആ കൂട്ടുകാരെല്ലാം കൈമാറാതെ അവള് അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴത്തേക്കും one of her friends came and told her, you know, your little toy that is there in the Africa. Africa എന്നറിയാവോ? പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇവിടെ വെക്കുന്ന സ്ഥലം, a shop where all these old things are sold there. We can go and put it there. So as soon as she heard that, she ran to the shop. Our ഷോപ്പിലേക്ക് ഓടി. അപ്പോൾ ഓടിച്ചപ്പോഴത്തേക്കും she saw that toy boat was there on that shelf there. ആ കളിവള്ളത്തെ അവൾ കണ്ടു. അപ്പോൾ so immediately she asked that the shop owner, കടക്കാരനെ ചോദിച്ചു, ചേട്ടാ അത് ആ ടോയ് ബോട്ട് അതെന്നെയാണ്, അതിന് തന്നേക്കോ, can you give me, that is mine. Then he said, no little darling, I can't give you because I want it. ഞാൻ അശ്വത്ത് വാങ്ങിച്ചതാ, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റുന്നില്ല. Then she became all the more sad and so she went to home. And then he said, how much money I have to pay? എത്ര പൈസ വേണം? Then he said a lot of money is there. So she was all the more sad. So she went home crying. പിന്നീട് so after some time കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ തീരുമാനിച്ചു, ഞാൻ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിലും ആ കളിവള്ളത്തെ ഞാൻ വാങ്ങിച്ചു. I will buy that toy boat again from that owner. So I will earn money and I will do that and I will earn it. So she started working hard, that little girl. കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. ഒത്തിരി കഠിനാധ്വാനം ചെയ്തപ്പോൾ ഒത്തിരി ശരീരം വേർത്തു. She started sweating profusely and then finally she started earning a lot of money with that hard work. അങ്ങനെ എല്ലായിടത്തും പൈസ ഉണ്ടാക്കി. That she had enough money to buy that toy boat.
അപ്പോൾ ആ കിട്ടിയ പൈസയായിട്ട് ഒരു ഓട്ടം ഷോപ്പിലേക്ക് ഓടി. അവിടെ ചെന്ന് ഓണറെ കണ്ട് ഓടിയ ചേട്ടാ അതെൻ്റെ വോട്ടാണ്, അതിങ്ങനെ തന്നെ ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ കൗണ്ടഡ് ദ മണി, പൈസ എണ്ണി നോക്കി എല്ലാം കൃത്യമാണെന്ന് മനസ്സിലായി. വോട്ട് എടുത്ത് അവിടെ കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അവളുടെ കണ്ണു എന്ത് കളിവെള്ളമേ, എന്തുകൊണ്ട് നീ എൻ്റെയാണ്, നിന്നെ ഞാനാ ഉണ്ടാക്കിയത്. I made you, I created you, and when you are lost, I am simply sad, terribly sad. നീ നഷ്ടപ്പെട്ടു പോയപ്പോൾ വളരെയധികം ദുഃഖിതനായി. Now, so I have worked hard, and then I what you like. ഞാൻ കഠിനാധ്വാനം ചെയ്യുക നിന്നെ തിരിച്ചു വാങ്ങിയെടുത്തത്, നീ നഷ്ടപ്പെട്ടു പോയപ്പോൾ നിന്നെ തിരിച്ചു വാങ്ങിയെടുത്തത് കഠിനാധ്വാനം ചെയ്യുകയാണ്. സോ ഇതാരാ? Who is this ബാലൻ ഓർ ബാലിക? ആരാ? Who is this child who had this word? It is Jesus. ഈശോയാണ് ഈ ബാലിക അല്ലെങ്കിൽ ബാലൻ എന്ന് പറയാം. എങ്ങനെയാണ് ഈശോ നമ്മൾ ഓരോരുത്തരും നഷ്ടപ്പെട്ടു പോയപ്പോൾ തൻ്റെ രക്തവും ശരീരവും ചിന്തി മുറിച്ച് നൽകി കഠിനാധ്വാനം ചെയ്ത് നമ്മളെ രക്ഷിച്ചെടുത്തു. ഈ ബോർഡ് and that is what we are celebrating today. You are celebrating the first Holy Communion of receiving this Jesus who found you, brought you back from where you are lost. Oh, isn't it a വലിയ ദിവസമാണ്? So this is the Holy Communion. അതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഈശോ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന നിമിഷമാണിത്. Jesus is looking into yourself, in your inner heart, and loving you utterly, more than anybody, more than your parents. മാതാപിതാക്കളെക്കാളും കൂടുതലായിട്ട് ഈശോ മോളെ സ്നേഹിക്കുന്ന ദിവസമാണിത്. So this is a moment we celebrate. Have a good day. നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് ആഘോഷിക്കുക, സന്തോഷിക്കുക. കാരണം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമായിരിക്കും. അനുഗ്രഹത്തോടും ശുദ്ധിയോടും കർത്താവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിലനിൽപ്പിന് വേണ്ടി അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തിലും മറ്റുള്ള രാജ്യങ്ങളിലും അവയുടെ വിശ്വാസങ്ങൾക്കും വേണ്ടി അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമർത്ഥമായ വിളവുകൾക്കും സുഭിക്ഷമായ അവസരത്തിനും ലോകം മുഴുവന്റെ ആവശ്യത്തിനു വേണ്ടി അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കന്യാത്രികത്വം തിരഞ്ഞെടുത്ത് അങ്ങയുടെ ചിഹ്നമായ ജനം മുഴുവന്റെയും കടന്നുകൊണ്ടിരിക്കും പാപങ്ങളും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കം. കർത്താവേ, ശ്രദ്ധിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൽപ്പന നൽകുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്വൈര്യവുമായ സകലമേ, അങ്ങയുടെ നിറഞ്ഞ വലങ്കയിൽ നീട്ടേണമേ. ദൃശ്യമായ സർവ്വത്തിൽ അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപുരം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും വന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴങ്ങിയതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കം. മാമോദീസ സ്വീകരിക്കുകയും ജീവനുള്ള മുഴുവൻ തൊഴുതലോടെ വിശ്വസിച്ചുകൊള്ളട്ടെ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു.
അരുളി ചെയ്തത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും സത്യാദരനോട് സമീപിക്കാം. അനുതാപത്തിന് ഉളവാർന്ന ശരണത്തോടെ അപരാധങ്ങളുടെ പിന്തുണയും പാവങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ച്
സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ ദുരിതാമത്തെ സ്മരിക്കുവാനും അങ്ങയുടെ ദാനമായ വിദേശങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആരംഭിക്കുവാനും ജലഹീനരായവരുടെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ മൂല്യമായ ശരീരത്തെ സ്വീകരിക്കുവാൻ ദൈവവും രാജാവും രക്ഷകനും ജീവിതാവുമായ കൃപാവൃതമേ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങൾ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലോടെ പ്രത്യാശയും നിന്റെ സന്നിധിയിൽ പ്രീതിനായി വർദ്ധിച്ച എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സ്വരത്തിന്റെ നാഥ എന്നേക്കും.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രക്ഷാകർമ്മത്തിൽ പങ്കാളികളാകുവാൻ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ ജപമാല ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ ഉദ്ധാനത്തെയും പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഇത് ഞങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമചിത്തരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവഭാവത്തിൽ നിന്ന് രക്ഷിക്കുകയും അങ്ങേ തിരുക്കുമാരന്റെ മാതാവായി ഉയർത്തുകയും ചെയ്തതുമേ, ആ മാതാവിനെ അനുകരിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും എപ്പോഴും അങ്ങേ തിരുമനസ് നിറവേറ്റുവാനും ഈ മകളെ അനുഗ്രഹിക്കണമേ. ഈ ഉത്തരേയത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു എപ്പോഴും എപ്പോഴും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും
സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ, മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, ഈശോയേ, ഈശോയേ. സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ. സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എവരിൻ്റെ ഈ ഹോളി കമ്മ്യൂണിയൻ ഫംഗ്ഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. എനിക്കിത് ഓൺ ദ സ്പോട്ടിൽ കിട്ടിയ ഒരു കർത്തവ്യമായതുകൊണ്ട് അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരെയും ഈ വേദിയിലേക്ക് പുറത്തു നിൽക്കുന്ന എല്ലാവരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ എവരിമോളെ സ്വീകരിച്ച ഇന്നത്തെ ഈ ദിവസം അവരുടെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പങ്കുചേരാം. അവരെ കുഞ്ഞുമോളെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് കുഞ്ഞച്ചായെയും ജോസ് ചായയെയും സ്റ്റേജിലേക്ക് വരാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം സ്റ്റേജായും ആൻറ്റിയും സ്റ്റേജിലേക്ക് കയറി വരിക. ബാബുവച്ചൻ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിലുണ്ടെങ്കിൽ ബാബുവച്ചനെയും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതാണ്.
അതുപോലെ പ്രീതി, പ്രിയ, രണ്ടുപേരും ഫാമിലി, ജോജി, ടീനു എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ കേക്ക് കട്ടിയത് ആ മധുരം എല്ലാവർക്കും വിതരണം ചെയ്യണം. എല്ലാവർക്കും ഒരു ചെറിയ കൈയ്യടിയൊക്കെ കൊടുക്കാട്ടോ. എല്ലാവരും Hallelujah.
கட்டிக்கவா நான் பவழ மல்லிய கட்டிக்க நெஞ்ச குத்தினமான கட்டிக்கிட்டு வாச புள்ளைய வச்சுக்கவா வாச புள்ளைய வச்சுக்கவா அடியே ராணி ரெண்டா காமத்தல கட்டுற கோடி அப்பக்கா கிர்ராக்கா வெக்கத்தை விட்டு வாடி என்ன நீ கூட விட்டு இருக்கலாடி நலலா உள்ள ஒட்டி நடப்பேடி வத்திக்க வச்சா வத்திக்க வத்திக்க பத்திக்க வச்சா பத்திக்க 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 வச்சா தித்திக்க தித்திக்க ஆத்தாடி அம்மா வத்திக்க வச்சா பத்திக்க பத்திக்க இப்ப நினைச்சா என்ன கட்டிக்க மலலா உலகலலா சித்தப்பு சிக்கன சிக்கன வாராலே 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 முத்தன முத்தன தாராலே வாராலே வாராலே அடிக்க கரும்பு கொத்தன வாராலே 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 உசிர எடுத்து வச்சுக்க வாராலே அழகிட்டு கோல போட்டு அடிக்கட்டி மேல பாட்டு அவ போல எங்க யாரு காட்டு கைப்பட்டா நூறு காட்டு அவ வச்சா வாழ வேட்டு கசவிட்டு நான் போவேன் பொடி நக்கல வச்சுன தவள அடிக்க மச்சன பார்த்து திக்கிறனே மச்சன பார்த்து திக்கிறனே என் மச்சன பார்த்து திக்கிற அடி எத்தனை சொப்பன உன்னா சேர்த்து ராவ பார்த்து விக்கிறனே இந்த ராத்திரி பார்த்து திக்கிறனே சொல்லமானேனே ரெண்டா காமத்துலம் கொண்டன சூடா பக்கா கிர்ராக்கா வைக்கத்து விட்டு வாடா என்ன நீ கூட விட்டு இருக்கலாண்டா நிழலாம் ஒன்ன நான் ஒட்டி இருப்பேன்டா சுத்து வட்டாரமே வழிய விட்டா கண்ணாலே ஒரு பட்டாளமே எங்கும் படி பாப்பாலே அடி நெய்சி நீ ஆனவளே அலங்கட்டி பூமகளே தித்திக்க வந்தவளே போத்த மருமகளே சிக்கன சிக்கன வாராலே ஜொலிக்கும் முத்தன முத்தன தாராலே சித்தப்பு சிக்கன சிக்கன வாராலே 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 முத்தன முத்தன தாராலே நாரே நாரே நன்னன்னாரே நாரே 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 நன்னாரே 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 बरसो रे मेघा मेघा बरसो रे मेघा मेघा बरसो रे मेघा बरसो बरसो रे मेघा मेघा बरसो रे मेघा मेघा बरसो रे मेघा बरसो मीठा है कोसा है बारिश का बोसा है कोसा है कोसा है बारिशों का बोसा है मीठा है कोसा है बारिश का बोसा है कोसा है कोसा है बारिशों का बोसा है जल 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 थल जल थल चल 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 बहता चल नन्नारे 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 बरसो रे मेघा बरसो रे मेघा मेघा बरसो रे मेघा बरसो ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം
ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം തരള മധുര മുരളി ഉണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട് ശ്രുതിചേരണ മലിമോണതിൽ അനുപദമഴകായി മതിമുഖി മമ സഹിമയിൽ നടയിവളുടെ നടനം വെൺപുലരികൾ പൊൻകസവിടും ഇന്ദ്രനീലമേഘമെന്റെ ദൂതുപോയ ഹംസമായി മഞ്ഞുരുകിയ മഞ്ചിമിഴിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്രിയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി ഇനി നിലവിലെ ജലഗലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയുമലസമായി ഇനി നിലവിലെ ജലഗലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയുമലസമായി വിജലവനിയിൽ വിരഹലിപിയിൽ ശിശിരശലഭമെഴുതിയ നിറ ചന്ദനമണി ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാരം യമുനയിലെൻ പ്രിയമൊഴി വെണ്ണിലാവിൽ വീണലിഞ്ഞ പൂർണ്ണചന്ദ്രബിംബമായി ശ്രാവണമണി മേടകളിൽ പ്രാവുകൾ പറന്ന രാവിൽ പൂവണിഞ്ഞ പുണ്യമായി ശ്രുതിഭരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരുകുനു കൊലുസുകളിൽ ശ്രുതിഭരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരുകുനു കൊലുസുകളിൽ ഹിമയെഴുതിയ മിഴിമുകുളമിതരുണ കിരണമണിയുമതിലെ ഹിമകണമണി അണിവിരലിലെ മലയ സലിലെ വലിയവേ ഹിമയെഴുതിയ മിഴിമുകുളമിതരുണ കിരണമണിയുമതിലെ ഹിമകണമണി അണിവിരലിലെ മലയ സലിലെ വലിയു മാത്രമായി മനസ്സിലിതലിൽ ഉണരുമരിയ ശിശിരശലഭമെഴുതിയ നിറചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം
സ്നേഹം നിറയും ബലിപീഠത്തിൽ ജീവ